നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലുകളിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ദിവസവും 50 രൂപ കൊണ്ട് ഇറങ്ങിക്കൊണ്ടേ പോകുന്നു. നാളെയരത്തിന് ഉടച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണത്തിൽ വിലയിൽ ഇറക്കം ഇരിക്കുമെന്ന്. ഇത് വീഴുന്നോണ്ടേയിരിക്കും. അമേരിക്കൻ മാർക്കറ്റ് ഇറങ്ങുന്ന തോറും ഇത് വീഴും. ഇന്ന് അമേരിക്കൻ മാർക്കറ്റ് വീഴുന്നായിരുന്നു. പക്ഷേ നമ്മളെ മാർക്കറ്റ് വേറെ പോലെയാണ് ഇരിക്കുന്നത്. ആകെ മൊത്തത്തിൽ 2,15,000 ആയിരിക്കുന്നത് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ്. ഇത് സിൽവറിൻ്റെ ഗതിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സിൽവറിന് നിങ്ങൾ വെളിയിൽ വിൽക്കാൻ പോകുവാണെങ്കിൽ 2,00,000 കൂടെ ആരും വാങ്ങൂല എന്നതാണ് ഇപ്പോൾ ഇരിക്കുന്ന മാർക്കറ്റിൻ്റെ സ്ഥിതി. $85 ആയിരിക്കുന്നു ബ്രണ്ട്. 96 അടുത്തിരിക്കുന്ന രൂപ. ഇന്ന് മാർക്കറ്റിന് ഒരേടി ആയിട്ട് കയറ്റി 230 പോയിന്റ് കയറ്റിയിരിക്കുന്നു. എങ്ങനെ കയറ്റിയിരിക്കുന്നത് എന്ന് നോക്കിയാൽ ആസ് യൂഷ്വൽ ബാങ്ക് നിഫ്റ്റിയെ വെച്ചാണ് കയറ്റിയിരിക്കുന്നത്. എന്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയെ വെച്ച് കയറ്റിയിരിക്കുന്നത് എന്നാൽ ഇതുവരെയ്ക്കും പ്രോബ്ലത്തിൽ ഇതിന് HDFC ബാങ്ക് നല്ല റിസൾട്ട് കൊടുക്കുന്നതായിട്ടും അത് ഭയങ്കരമായിട്ട് റിസൾട്ട് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ മാർക്കറ്റിനെ ഏറ്റിയിരിക്കുന്നു. അങ്ങനത്തെ അപാര വെറ്റി അത് കൊടുക്കുമോ ഇല്ലയോ എന്നത് ഇനി വരും കാലങ്ങളിൽ തന്നെ പറയാൻ പറ്റും. ഇന്ന് 2 ദിവസത്തിൽ തിരികെ അടിച്ചിറക്കും. IT ഇൻഡെക്സ് 1.5% ഏറിയിരിക്കുന്നു. അങ്ങനെയെന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ എല്ലാം സോൾവ് ആയാലും ചോദിച്ചാൽ ഒന്നുമില്ല. ആട്ടോ എല്ലാം ഏറിയിരിക്കുന്നു. ഫാർമ മെറ്റൽ മാത്രം തന്നെ ഇറങ്ങിയിട്ടുള്ളത്. ഓവറോളം നോക്കുകയാണെങ്കിൽ എന്ന പൊരുത്തം മട്ടിൽ ഇന്ന് ചുമ്മാ ഇരുന്ന് നോക്കേണ്ട ഒരു ദിവസമാണ്. ചുമ്മാ കടലയും കഴിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ എന്താവും നോക്കാം. തങ്കമയിൽ കുറച്ച് കറക്റ്റായിരുന്നു രാവിലെ നോക്കിയപ്പോൾ. അതുപോലെ തന്നെ മുത്തൂട്ടും വിപ്രോ റിസൾട്ട് വന്നായിരുന്നു. പക്ഷേ എതിർപ്പാർത്തത് അത്രയില്ല. TCS അപ്പ്, M&M മഹീന്ദ്ര 1.3 അപ്പ്, ടെക് മഹീന്ദ്ര 2.5% അപ്പ്, ഫെഡറൽ ബാങ്ക് 2.3 അപ്പ്, കല്യാൺ 5% ഏറിയിരിക്കുന്നു. ഓവറാണ് നോക്കിയെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നു. ലിമിറ്റഡ് സ്റ്റോക്സ് വെച്ചാണ് ഏറ്റിരിക്കുന്നത് മാർക്കറ്റിന്. നമ്മൾ നോക്കി ഒരു ദിവസം കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞ റേറ്റിൽ ചെന്ന് 50% അടുത്താണ് ഏറിയിട്ടുള്ളത്. അങ്ങനെയെന്ന് വെച്ചാൽ 50 രൂപയ്ക്ക് വിറ്റ സ്റ്റോക്ക് ഇന്ന് 75 രൂപയ്ക്കാന്ന് വിൽക്കുന്നു. അന്ന് ഇട്ടവർക്കൊക്കെ ലോട്ടറിയാണ്. സോ ഇങ്ങനെ സഡനായിട്ട് ഇങ്ങനെ അപാരമായിട്ട് കയറുന്നതിന് കുറിച്ച് ആർക്കും ഒരു എക്സ്പ്ലനേഷനും ഇല്ല. ബാങ്കും കയറുന്നതിന് എനിക്ക് ഏതൊരു എക്സ്പ്ലനേഷനും ഇല്ല. ഇൻഫാക്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലും നല്ല റിസൾട്ടാണ്. പക്ഷെ നല്ല അടിച്ചിരിക്കുന്നു. ഗൾഫിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നാൽ ജഡ്ഡ വലിയായിപ്പോയി. അതായത് സൗദിയെ ക്രോസ് ചെയ്ത് ജഡ്ഡ വലിയ കൊണ്ട്, അതായത് അതിൻ്റെ പേര് റെഡ് സീ എന്നാണ് പേര്. അത് വന്നിട്ട് ആഫ്രിക്കയ്ക്കും അമേരിക്കയ്ക്കും ഇടയ്ക്കാണ് ഇരിക്കുന്നത്. ആ റെഡ് സീന് അകത്ത് വന്ന് സൗദി അറേബ്യ ചുറ്റി വന്ന് അങ്ങനെ വന്ന് ആ എണ്ണയെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഒരു കാര്യം അവർ ശ്രമിച്ചായിരുന്നു. പക്ഷേ യമനിൽ കുത്നി റബൽസ് ഇറാനോടൊപ്പം ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ഇറാനും കുത്നി റബൽസും ഇവിടെ മാത്രം ഞങ്ങൾ അടിക്കില്ല, അവിടെയും അടിക്കും എണ്ണയിന് എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതാണ് മാറ്റർ. ഗോൾഡ് ഹെഡ്ജ് 4% ഡൗണ്. അതായത് ഇത് വന്നിട്ട് ടെൻഷനായിരിക്കുവാണെങ്കിൽ ഗോൾഡ് കയറണം. എന്തുകൊണ്ട് കയറിയില്ല എന്നതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്തെന്ന് വെച്ചാൽ കച്ച എണ്ണ ഇസ് ഡോളർ. എണ്ണ ഏറിയ ഡോളർ ഏറും, ഡോളർ കയറിയാൽ എണ്ണ ഏറും. അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കയറാൻ പോകുന്നു എന്ന ഒരു പേടിയുണ്ട്. ഇത് കാരണമാണ് ഗോൾഡ് വീഴുന്നത്. ഇപ്പോൾ ഗോൾഡ് വീഴുന്നതിനെ കുറിച്ച് ഏതൊരു സംശയവും വേണ്ട. വിപ്രോ ഫസ്റ്റ് ക്വാർട്ടർ വന്നിട്ട് 4.3% താഴെ ഇറങ്ങിയിരിക്കുന്നു. റവന്യൂ സ്ട്രെങ്ത് ആയിരുന്നാലും മാർജിൻസ് കുറഞ്ഞിട്ടുണ്ട്. ഇത് കാരണം ഇപ്പോൾ സ്റ്റോക്കിനെ ഫോട്ടോ അടിച്ചിരിക്കുന്നു. ഈ സ്റ്റോക്കിനെ അടിച്ച് 10% താഴെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യേണ്ട നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ ടെക് മഹീന്ദ്ര പ്രോഫിറ്റിന് 2% ഏറിയിരിക്കുന്നു. പക്ഷേ ആ എസ്റ്റിമേറ്റിനെ മിസ് ചെയ്തു. ഇതിൽ വന്നിട്ട് നമ്പർ ഓഫ് PP ആണത് അതിന് ഗാലിയാക്കിയിരിക്കും. ഒരു $1.37 മില്യൺ ഒരു കോൺട്രാക്റ്റ് കിട്ടിയിരിക്കുന്നു. ബട്ട് ഇതിൽ മെയിനാണ് നിങ്ങൾ എന്ത് നോക്കണമെന്നാൽ ക്യാമ്പസ് ഹയറിങ്ങിന് നിങ്ങൾ ഡിലേ ചെയ്തിരിക്കുന്നു. പിന്നെ ജോലി കൊടുത്തവർക്ക് നിങ്ങൾ അകത്തും ചേക്കുന്നില്ല. റവന്യൂയുടെ മേലെ ഇരിക്കുന്ന ഫിസിബിലിറ്റി ഇമ്പ്രൂവ് ആവുന്നു. അത്രയ്ക്കും ആൾക്കാർ തൂക്കിക്കൊണ്ടേയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. സോ ബേസിക്കലി ഇതിനകത്ത് 3ാമത് ക്വാർട്ടർ കൺസിഡർ ചെയ്ത് 3ാമത് ക്വാർട്ടർ ഇൻക്രീസ് ചെയ്യുന്ന നിങ്ങൾ ഹെഡ് കൗണ്ടിനെ കൂട്ടിയിരിക്കുന്നു. അതേസമയം FCL ലൈഫ് എന്ത് പറയുന്നു എന്നാൽ ഗാർഡിയൻ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒപ്പം ഇന്ത്യയിലിരിക്കുന്ന ബാക്ക് ഓഫീസിനെ ഞങ്ങൾ ഫുള്ളായിട്ട് വാങ്ങിയിരിക്കുന്നു. ആ സ്റ്റോക്കിനെ ഞങ്ങൾ അബ്സോർവ് ചെയ്യും എന്നാണ് അവർ അനൗൺസ് ചെയ്തത്. ഇത് 7 വർഷത്തിൻ്റെ പാർട്ട്ണർഷിപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 7 വർഷ പാർട്ട്ണർഷിപ്പിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടക്കും എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. AIയും യൂസയും എന്ന് പറഞ്ഞിരിക്കുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പ്രോഫിറ്റ് 17% ഏറിയിരിക്കുന്നു. അസറ്റ് ക്വാളിറ്റി കാരണമാണ് ഏറിയിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് വന്നിട്ട് 378 കോടി രൂപ ആയിരിക്കുന്നു. ഇയർ ഓൺ ഇയർ 17%. നെറ്റ് ഇൻട്രസ്റ്റ് പെർസെൻറ്റ് 24% കയറിയിരിക്കുന്നു. 1025 crores ആണ്. ക്രോസ് NPA എന്ന് പറയുന്നത് 1.38% ആണ് കുറഞ്ഞിട്ടുള്ളത്. പോയ വർഷം 3.15% ആയിരുന്നു. ബട്ട് ഇതൊക്കെ ചെയ്തത് PR ശേഷാദ്രി. അവർ പോകുന്നു. കനറ ബാങ്കിൽ നിന്ന് മോഹൻ റായ് എന്ന ഒരാൾ വരുന്നു. അവരിങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് ചെയ്യാം.
പക്ഷേ ഇന്ന് എന്താണ് മാർക്കറ്റ് ഇതിനെ അടിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാർക്കറ്റിനെ അടിച്ചതിൽ ഇതിലൊന്നും കാര്യമില്ല. IPC ഹോട്ടൽസിന്റെ പ്രോഫിറ്റ് 36% ഏറിയിരിക്കുന്നു. എക്സ്പാൻഷൻ ട്രാൻസ് മൊമെന്റം ഗെയിൻ ആയിരിക്കുന്നു. GHA ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിന് 155 കോടി രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ IPC കറണ്ടും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഓവറോൾ നോക്കിയെങ്കിൽ ടാജ് ബേസിൽ ഗ്രോ ആയില്ല. പക്ഷേ ഇന്ത്യയിൽ വന്നിട്ട് ഒരുപാട് സ്പേസ് ഇരിക്കുന്നു. ഒരു പ്രീമിയം ലക്സുറി ബ്രാൻഡിന് അതിലിവർ എക്സ്പാൻഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ മാരിയറ്റ് പോലെ ജെൻഡിക്ക് വിളിക്കുന്നോ എന്ന കാര്യത്തിന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കണം. ITC എന്ത് പറയുന്നു എന്നാൽ പ്രീമിയം ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് ഫോക്കസ്ഡ് ഫുഡ് ഞങ്ങൾ നോക്കാൻ പോകുന്നു. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനാണ് ഞങ്ങളെ പ്രയോറിറ്റി ആയിട്ട് വച്ചിരിക്കും. ആശീർവാദ് ഹൈ പവർ ആട്ട അതൊരു നല്ല സോഴ്സാണ്. പിന്നെ പ്രോട്ടീൻ ഡ്രിങ്ക്സ്, റൈസ് ഷിഫ്റ്റ് എന്ന് പറയുന്നൊരു ന്യൂട്രീഷൻ ബ്രാൻഡ്, ഇതിനൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് അതുപോലെ പ്രീമിയം ഓഫറിങ്സ് ഞങ്ങൾ സ്ട്രെങ്തൻ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. ഇത് ITCക്ക് ഒരു പ്ലസ് ആണ്. അതേസമയം ITC ഹോട്ടൽസിൽ വന്ന് റാപ്പിഡ് എക്സ്പാൻഷൻ ഇരിക്കും എന്ന് പറയുന്നു. ടാറ്റ സൺസിൽ 18% സ്റ്റേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നവർ 7% സ്റ്റേക്കിനെ തിരികെ ടാറ്റ വാങ്ങുന്നത് പോലെയാണ് ഇരിക്കുന്നു. ഇതിൽ വാല്യുവേഷൻ ഡിഫറൻസ് ഇരിക്കുന്നു. ടാറ്റാസ് എന്ത് പറയുന്നു എന്നാൽ കാശ് തരത്തില്ല എന്ന് പറയുന്നു. ഒരു ബാസ്ക്കറ്റ് ഓഫ് ടാറ്റ സ്റ്റോക്ക് തരും, സ്വാപ്പ് ചെയ്യാൻ പറയുന്നു. ഈ വാല്യുവേഷൻ അത് ഇതിലൊക്കെ ക്ലാഷ് ഇരിക്കുന്നു. ഇത് അടുത്ത സ്റ്റേജിന് പോകുമോ എന്ന് നോക്കണം. സിപ്ല വന്നിട്ട് യുവർപീക്ക് എന്ന് പറയുന്ന ഒരു പുതു സെമി ഗ്ലൂട്ടഡ് ബ്രാൻഡിന് അത് വന്നിട്ട് വളരെ സൂപ്പറായിട്ട് ലോഞ്ച് ആയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യസ് നമ്പർ 2 GLP-1 ബ്രാൻഡ് ആയിരിക്കുന്നു. ഇത് ആക്ച്വലി ബേസിക്കലി എന്തെന്ന് വെച്ചാൽ എല്ലി ലില്ലിയുടെ പ്രോഡക്റ്റാണ്. ഇത് നമ്പർ 2 വരുമെന്ന് വിചാരിച്ചില്ല. എന്തെന്ന് വെച്ചാൽ സിപ്ലയുടെതെല്ലാം റെസ്പിറേറ്ററി പ്രോഡക്റ്റ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ദി ബാറ്റ് അവർ പോയ കാരണം 238% ഗ്രോ ആയി 2075 കോടി രൂപയ്ക്ക് വ്യാപാരം ചെയ്തിരിക്കുന്നു. അതിൻ്റെ ശേഷം യുവർപീക്കിൻ്റെ മാർക്കറ്റ് ഷെയർ വന്ന് 15% ആയിരിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ദി ബ്ലോക്ക് ആദ്യം സ്ട്രോങ് എടുത്തത് സിപ്ലയാണ്. സൗത്ത് ആഫ്രിക്കയിൽ സണ്ണിന് പെർമിഷൻ കൊടുത്തിരിക്കുന്നു. അതായത് ഇതേ പ്രോഡക്റ്റിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ UK ട്രീറ്റി കാരണം ഫാർമ പ്രോഡക്ട്സ് കമ്പനി 10% എക്സ്ട്രാ ഇരിക്കും. പ്രോഡക്റ്റ് ഇൻക്രീസ് ആവും എന്നാണ് സംസാരിക്കാൻ പെടുന്നു. ഇത് കാരണം ബ്രിട്ടനിൽ 10% സെയിൽസ് ഇൻക്രീസ് ആവും എന്ന് നമ്മുടെ കണക്കാക്കാം. ഹീറോ മോട്ടോർ കാർപ്പ് വന്നിട്ട് കേസർ ഗ്രൂപ്പ് അവരുടെ പാർട്ട്ണർഷിപ്പിനിൽ ജർമ്മനിയിൽ അവർ എൻ്റർ ആകുന്നു. ആ സ്ഥലത്തിലിരുന്ന് 5 കൺട്രിക്ക് സ്റ്റോക്ക് മൂവ് ആവുന്നു എന്നവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രയും ദൂരം സാധ്യം മാനേജ്മെൻറ്റ് ടെക്നോളജി ഇപ്പോൾ എങ്ങനെ മാറ്റുന്നു എന്ന് നമ്മൾ കാത്തിരുന്ന് നോക്കാം. JSW എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾ 4000 കോടി ഇട്ട് പ്ലാന്റൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. ഇത് ഫുള്ളായിട്ട് കടന്ന് ഒരു വർഷത്തിന് 1 ലക്ഷം കാറിലിരുന്ന് 3 ലക്ഷം കാർ വരയ്ക്കും ചെയ്യുമെന്ന് പറയുന്നു. അതായത് മാസം 10,000 കാറിലിരുന്ന് 22,000 കാർ വരെ അത് വിൽക്കുമെന്നാണ് പറയുന്നത്. ഓൾറെഡി ടാറ്റ 69,000 കാർ വിൽക്കുന്നു. പക്ഷേ ഇത് ടാറ്റയ്ക്കാണ് വലിയ അഡ്വാൻറ്റേജ്. എന്തെന്ന് വെച്ചാൽ ഇവർക്ക് വലിയ ഗ്രോത്ത് വരുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ICICI Q1 പ്രോഫിറ്റ് ഒന്ന് 46% ഇരിക്കുന്നു. ടീമിൻ്റെ റേറ്റ് ഒന്ന് ഇൻഷുറൻസ് കാരണം ഹെവിയാ വിളഞ്ഞിരിക്കുന്നു. ഇത് കാരണം അതിൻ്റെ പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ വാല്യൂ കുറയുമോ എന്നത് നമ്മൾ നോക്കണം. അടുത്തത് വന്നിട്ട് ജിയോ ഫൈനാൻസ് പ്രോഫിറ്റ് 155% കയറിയിരിക്കുന്നു. അതിന് ശേഷം ലെൻഡിങ് ആൻഡ് ഡിജിറ്റൽ ബിസിനസ്സിൽ ഗ്രോത്ത് എന്ന് പറയുന്നു. ലെൻഡിങ് ബിസിനസ് എന്ന് പറയുന്നത് ലേവാദാവി ബിസിനസ്സാണ്. ഡിജിറ്റലിൽ എന്താണ് ചെയ്യാൻ പോകുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എല്ലാ ന്യൂസിനെയും നോക്കുമ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ ലോസിലാണ് പോകുന്നു. സോ ഈ കമ്പനിയൊക്കെ എങ്ങനെ ടേൺ അറൗണ്ട് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്കിതിനെക്കുറിച്ച് നോക്കാം. ഇന്ന് രാവിലെ ഏഷ്യൻ മാർക്കറ്റ്സ് ഒക്കെ വീഴുന്നായിരുന്നു. സൗത്ത് കൊറിയയുടെ കോസ്റ്റ് വന്നിട്ട് 6.6% ഡ്രോപ്പ് ആണെന്ന്. അതുപോലെ തന്നെ AI സ്റ്റോക്സും ഹെവി പ്രഷറിലാണ് ഇരിക്കുന്നത്. ഓവറോൾ നോക്കിയെങ്കിൽ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് പ്രഷറിലാണ് ഇരിക്കുന്നു. ഇന്ത്യ അല്ലാതെ മറ്റു സ്ഥലങ്ങളിലൊക്കെ. ഇന്ത്യയെ നോക്കി മറ്റു സ്ഥലങ്ങളിൽ നിങ്ങൾ പറ്റിക്കാൻ പറ്റരുത്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കും. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം.
നമസ്കാരം. അപ്പോൾ ചിന്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ഇനിയും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.